ഗൈസ്, വിശന്നാൽ നിങ്ങളല്ലാണ്ടാവും, കേട്ടിട്ടില്ലേ? പക്ഷെ ഇതാ ഇപ്പൊ കാണുന്നത് അതാണ്. എനക്കുണ്ടല്ലോ വിശന്ന് കഴിഞ്ഞാൽ എവിടുന്നൊക്കെ എന്തൊക്കെയോ ഒരു സാധനം ഉണ്ട് കയറാനുണ്ട്. ഇന്നാണെങ്കിൽ വന്നു കഴിഞ്ഞ് കുളി നനയൊക്കെ കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരു വല്ലാത്ത വിശപ്പ്. പിന്നെ ഇപ്പൊ നമുക്ക് ഗ്യാസ് ഇല്ലല്ലോ, കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് കെറ്റിലെ മാഗി ഉണ്ടാക്കി കഴിക്കാന്നാണ് വിചാരിച്ചത്. അങ്ങനെ അത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ടോ. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, അതെനിക്ക് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഉണ്ടല്ലോ കുറച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ചക്കയും നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കി അങ്ങ് കുടിച്ചു. എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? വെറൈറ്റി അല്ലേ? ഇതുപോലെ വെറൈറ്റി ഫുഡിന്റെ കോമ്പിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ട്രൈ ആക്കി നോക്കാം. കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് വിശപ്പണ്ട് ശരിയാവണില്ല. അപ്പൊ ഞാൻ പോയിട്ട് നല്ല നുറുക്കരിക്കഞ്ഞി ഉണ്ടാക്കി. അതും നമ്മുടെ സ്വന്തം കെറ്റിൽ. ഈ ഒരു കെറ്റിലില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ? ഈ ഒരു കെറ്റിലാണ് എന്റെ ഇപ്പത്തെ ഏക ഒരു സമാധാനം എന്ന് പറയുന്നത്. കഞ്ഞീന്റെ കൂടെ നല്ല മാങ്ങാച്ചാറുണ്ടായിരുന്നേ. ഇതിപ്പോഴുള്ളല്ലോ കേട്ടോ, ഒരു 2-2.5 മാസം മുന്നേ ഞാൻ ഇട്ട് വെച്ചതാണ്. പക്ഷെ ആ ഒരു ബോട്ടിൽ കാണാനില്ലായിരുന്നു. ഇപ്പോഴാണത് കിട്ടിയത്. പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റി. കുറെ ദിവസം വെച്ചോണ്ടാ തോന്നുന്നു. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും എന്തെങ്കിലുമൊക്കെ തിന്നണം എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു മാങ്ങ എടുത്ത് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഇങ്ങനെ ഇരുന്ന് ശരിയാവില്ല, വേഗം കിടന്നുറങ്ങാം. അല്ലെങ്കിൽ പിന്നെ എന്റെ വിശപ്പിന്റെ വിളി വയറ്റുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.